ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മേഘാലയ ചിറാപുഞ്ചിയിലോട്ടാണ്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുവാഹട്ടിയിൽ നിന്നാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഉമിയം ലേക്കിൻ്റെ അടുത്തായിട്ടാണ്. ഗുവാഹട്ടിയിൽ നിന്ന് ഉമിയം ലേക്കിലേക്ക് എത്താൻ ഏകദേശം ഒരു 98-100 കിലോമീറ്റർ അടുപ്പിച്ച് വരും. ഇത് റോട്ടിൽ നിന്ന് കാണുന്ന ഉമിയം ലേക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് മവാസവ വാട്ടർഫോളാണ്. അത് ഏകദേശം ഉമിയം ലേക്കിൽ നിന്ന് 62 കിലോമീറ്ററോളം വരുന്നുണ്ട്. ആ റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഈ റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ, ബൈക്കാണെങ്കിൽ ഒരുപാട് രസമാണ്. ഇത് ചിറാപുഞ്ചിയുടെ ഗ്രാമപ്രദേശമാണ്. ചെറിയ റോഡുകളും അരുവികളും എല്ലാം കൂടി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. നല്ല സുഖമാണ് ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ. നല്ല തണുപ്പും കാറ്റും ഒക്കെ അടിച്ചുകൊണ്ട് സുഖമായിട്ട് പോകാം. നമ്മളിപ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പം മാക്സിമം ആൾക്കാരും ബൈക്ക് എടുത്തിട്ടായിരുന്നു. ബൈക്കേഴ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഏകദേശം മവാസവ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇത് അവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു വഴിയാണ് മവാസവ വാട്ടർഫോളിലേക്ക്. അധികമില്ല, ചെറിയൊരു ഇറക്കം മാത്രമേ ഉള്ളൂ. വലിയ ട്രക്കിംഗ് ഒന്നുമില്ല, ചെറിയ ട്രക്കിംഗ് ഉണ്ട്. ഇവിടത്തേക്ക് താഴോട്ട് ഇറക്കമാണ്. വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. നല്ല കോൺക്രീറ്റ് ഇട്ട വഴികളൊക്കെയാണ്. എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ മേഘാലയയിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിരിക്കേണ്ടതാണ്. ഇത് മുകളിൽ നിന്നുള്ളൊരു വ്യൂസാണ് മവാസവ വാട്ടർഫോളിൻ്റെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. മവാസവ വാട്ടർഫോൾ. ഈ റൂട്ടിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയായിട്ട് ഇഷ്ടം പോലെ വാട്ടർഫോൾസ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സെവൻ സിസ്റ്ററും വരുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്ററും കൂടി യാത്ര ചെയ്താൽ സെവൻ സിസ്റ്റർ വാട്ടർഫോളും ഇതിനടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. ഇതാണ് സെവൻ സിസ്റ്റർ വാട്ടർഫോൾ. നമ്മളന്ന് പോയ സമയത്ത് വെള്ളം കുറച്ച് കുറവായിരുന്നു. ചില സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത വീഡിയോയുമായി നാളത്തെ അടുത്ത വാട്ടർഫോളുമായി വീണ്ടും കാണും വരയ്ക്കും. ബൈ ബൈ, താങ്ക്സ്.